കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ഡോക്ടർ പ്രഭാകരൻ പാലേരി നമ്മോടൊപ്പം ചേരുകയാണ്. പ്രഭാകരൻ സാറ്, ഈ സംഭവം താങ്കൾ അറിഞ്ഞു കാണുമെന്ന് മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കകൾ, നമ്മളിങ്ങനെ ഈ സിറ്റുവേഷൻ നമ്മൾ മുൻപ് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് കടലിൽ പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത് എത്രത്തോളം നമ്മുടെ തീരപ്രദേശങ്ങളിൽ കടലിൽ ആശങ്ക ഉണർത്തുന്നതാണ്? അത്രയും ആശങ്കക്ക് വഴിവെക്കേണ്ടതില്ല. കാരണം ഇത് ഒരു കണ്ടെയ്നർ ഷിപ്പാണ്. ആ കണ്ടെയ്നർ ഷിപ്പിന് എന്തോ ഒരു അപകടം പറ്റിയിട്ട് അത് ക്യാപ്സൈസ് ചെയ്യേണ്ട നിലയിലേക്ക് എത്തുകയാണ്. അത് കൊണ്ടുപോകുന്നത് കണ്ടെയ്നർ കാർഗോ ആണ്. അപ്പൊ ഈ കണ്ടെയ്നർ കാർഗോ എന്ന് പറഞ്ഞാൽ അത് സാധാരണ കാർഗോ ആയിരിക്കും. ലിക്വിഡ് നമ്മൾക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാർഗോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ കപ്പലിന്റെ ക്യാരി ചെയ്യുന്ന എണ്ണ, അതിനെ ഫ്യൂവലായിട്ട് ഇന്ധനമായിട്ട് കൊണ്ടുപോകുന്ന എണ്ണ, ഇത് കപ്പൽ മുങ്ങുകയാണെങ്കിൽ അത് കടലിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ തടയാനുള്ള കഴിവുകൾ കോസ്റ്റ് ഗാർഡിനുണ്ട്. അവർ അതിന് വേണ്ടതെല്ലാം ചെയ്യും. ഇതൊരു ടാങ്കർ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി അധികം വിഷമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ, മലിനീകരണത്തെ പറ്റി. ഇപ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് പകലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. തീരത്തിന് അടുത്തായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ തീരപ്രദേശത്ത് കൂടിയാണല്ലോ പോകേണ്ടത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ വിഷമങ്ങൾ തോന്നുന്നില്ല. പക്ഷേ കോസ്റ്റ് ഗാർഡിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അവരെ അതിലേക്ക് വിടുക, മറീൻ പോലീസിനെയും അറിയിക്കുക, പോർട്ട് അതോറിറ്റീസിനെയും അറിയിക്കുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാതെ നമ്മൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ടതില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാറേ, നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലേക്കായിരിക്കാം. കാരണം ഇപ്പോൾ കടൽക്ഷോഭമൊക്കെ ഉള്ള സമയമാണ്, അതിൻ്റെ കടലിൻ്റെ ഒഴുക്കൊക്കെ എന്നാണ് അറിയിച്ചത്. അതല്ല, തെക്കൻ തീരത്തേക്ക് പോയി ഇവിടെ നിന്നും പൂർണ്ണമായും പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? പിന്നീട് പറയുന്ന ഫ്ലെയിമബിൾ എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ സംബന്ധിച്ച്? അത് കടലിൽ പതിച്ചാലുണ്ടാകുന്ന ലോങ് റണ്ണിങ്ങിലാണെങ്കിലും ഇപ്പോഴല്ലെങ്കിൽ കൂടിയും നമ്മുടെ കടലിൽ പതിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വിഭവമായിട്ടുള്ള നമ്മുടെ കടൽ സമ്പത്തൊക്കെ ഉള്ള ഒരു പ്രദേശം, ഭൂപ്രകൃതി എന്ന നിലയ്ക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ കടലിൽ കൂടുതലായി സ്പ്രെഡ് ചെയ്യപ്പെട്ടാൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും? ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു കപ്പലായിട്ട് ഞാൻ കാണുന്നില്ല. അതിൽ നിന്നുള്ള എണ്ണ കടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ആ ഇന്ധനമാണ്, അവിടെയുള്ള ഇന്ധനമാണ്. താഴെ കടലിനടിയിലേക്ക് കുറേയൊക്കെ പോകും, കുറേയൊക്കെ കരയിലേക്ക് വരും. വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കാര്യമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഇതൊരു വലിയ ഓയിൽ ടാങ്കർ ആയിരുന്നെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള സംഗതിയിലേക്ക് ഇടപെടണം. ഇവിടെ രണ്ട് സംഗതികളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. ഒന്ന്, ഇതിന്റെ മലിനീകരണം, എണ്ണ മലിനീകരണം എവിടം വരെ പോകും എന്നുള്ളത്. എണ്ണ മലിനീകരണം വളരെ ചെറിയ തോതിലേ ഉണ്ടാവുകയുള്ളൂ. അത് സാധാരണ കപ്പലുകൾ പോകുമ്പോൾ തന്നെ കടലിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള എണ്ണ മലിനീകരണമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്, ആദ്യം നമ്മൾ നോക്കേണ്ടത് മനുഷ്യരെ, അതിലുള്ള കപ്പലിൽ ഉള്ള ക്രൂവിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കോസ്റ്റ് ഗാർഡിന് ഉടനെ ചെയ്യണം. പിന്നെ കടലിന്റെ ചുറ്റുപാടും കെമിക്കൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോ മഴക്കാലമാണ്, അവിടെ നല്ല മഴ. ഞാനിപ്പോ കേരളത്തിലല്ല ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ മഴക്കാലമാണ്. മഴയുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിൽ എണ്ണ അധികം ഉള്ള ഇന്ധനങ്ങൾ അവിടെ പൊങ്ങിക്കിടക്കാതെ നിൽക്കും. മഴയുള്ളത് നല്ലതാണ് വാസ്തവത്തിൽ. പക്ഷേ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കുറച്ച് വിഷമം വരും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ഒഴുകി പോവുകയൊന്നുമില്ല. ഒരു സ്ഥലം താഴത്തേക്കാണ് എണ്ണ കടലിനടിയിലേക്കാണ് പോവുക. അത് നമ്മൾ അതിനെപ്പറ്റി അധികം വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് കോസ്റ്റ് ഗാർഡ് ചെയ്തുകൊള്ളും. കോസ്റ്റ് ഗാർഡിനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനം കുറച്ച് വിഷമത്തിലായിരിക്കും. കാരണം അവിടെ മഴയും കടൽക്ഷോഭവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നല്ലാതെ അവർ ചെയ്തുകൊള്ളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ പ്രഭാകരൻ പാലേരി, ഈ അപകടത്തിലേക്ക് വഴിവെച്ച കാരണങ്ങൾ എന്തായിരിക്കാം? അതിൻ്റെ സാധ്യത എന്തായിരിക്കാം? കടലിലെ അവസ്ഥ അറിയാമല്ലോ. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രകൃതിയുടെയൊക്കെ കാലവർഷത്തിൻ്റെ വരവും അതിന് മുന്നോടിയായിട്ട് കടലൊക്കെ പ്രക്ഷുബ്ധമാണ്. അപകടകരമായൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുക എന്തായിരിക്കാം?
അത് എന്തായിരിക്കുമെന്ന് എനിക്ക് ഇവിടെ ഇരുന്നു, ഞാൻ വളരെ ദൂരെയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ നിന്ന്, എന്താണ് അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. അവിടുത്തെ തുറമുഖ അധികാരികൾക്കും നമ്മുടെ DG ഷിപ്പിങ്ങിനും കോസ്റ്റ് ഗാർഡിനും അതൊക്കെ കണ്ടുപിടിക്കാനൊന്നും വലിയ വിഷമം ഉണ്ടാവുകയില്ല. കാർഗോ കൊണ്ടുപോകുന്നതിലുള്ള എന്തെങ്കിലും ഒരു അബദ്ധമായിരിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ കണ്ടെയ്നർ അങ്ങനെ പെട്ടെന്ന് പൊട്ടി വീഴാൻ സാധ്യതയില്ല. വേറെ വല്ലതും വേറെ കപ്പലുമായിട്ട് കൂട്ടിമുട്ടിയിട്ടില്ല. അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്തായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഒന്നുകൊണ്ട് പറയാൻ സാധ്യമല്ല അത്.